നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് വരുന്നത് ദ മാക്സിയൻ അപ്രോച്ച് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ ടൈറ്റിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൾ മാക്സിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ അതായത് +2 തലത്തിലൊക്കെ ഇതിന്റെ ചെറിയ എലമെന്റ്സ്, ഈ കോൺസെപ്റ്റുകൾ, കാൾ മാക്സിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടാണ് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് മാക്സിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളില് ഏറ്റവും ഖനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഈ കാൾ മാക്സിന്റെ ഐഡിയോളജീസ് എന്ന് പറയുന്നത്. സോ കാൾ മാക്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. കാൾ മാക്സിന്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാക്സിസം എന്ന് പറയുന്നത്. അതിന്റെ കൾമിനേഷൻ പോയിന്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദാത്തമായിട്ടുള്ള അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ചില ആശയങ്ങളെ അധിഷ്ഠിതമായിട്ടാണെങ്കിൽ ആശയങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ കമ്മ്യൂണിസം എന്ന ആശയം, മാക്സിസം എന്ന ആശയമൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ രാഷ്ട്രീയ ശാസ്ത്രത്തില് മാക്സിന്റെ ഈ സമീപനത്തെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഡോമിനൻസിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇല്ലാതെ ആക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സർവാധികാരം നൽകുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിന്റെ ഒരു മുന്നൊരുക്കമായിട്ട് പറയാറുണ്ട്. അപ്പോ ഇത് സംഘർഷത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കോൺഫ്ലിക്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാൾ മാക്സ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ മാക്സിസ്റ്റ് ഐഡിയോളജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, ദ കീ കോൺസെപ്റ്റ് ഇൻ മാക്സിസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് പൊതുവെ കാൾ മാക്സിന്റെ ഒരു ആശയങ്ങളുടെ ഒരു സ്വഭാവം ഒന്ന് റഫായിട്ട് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് കാൾ മാക്സ് ഈ സാമ്പത്തിക കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇക്കണോമിക് മീൻസ് ആണ് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസിനും കാരണം, എല്ലാ പ്രോബ്ലംസിന്റെയും സൊല്യൂഷൻ, എവ്രിതിങ് ഈസ് ഇൻ ഇക്കണോമിക് മീൻസ്. ഇതാണ് കാൾ മാക്സിന്റെ സിദ്ധാന്തങ്ങളുടെയൊക്കെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്നാണ് നിങ്ങൾ ഇനി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എന്താണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം? ചരിത്രത്തെ ഇദ്ദേഹം ഒരു സാമ്പത്തിക വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഇദ്ദേഹം ചരിത്രത്തിന് നൽകുന്നത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഇതേ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം നമ്മൾ മറ്റൊരു പേരിൽ പറയാറുണ്ട്, മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് കണ്ടാലും എന്ത് തന്നെയാണ്, അതും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ്. ഓക്കെ, ഇനി മാക്സിയൻ തിയറിയുടെ ഏറ്റവും അടിസ്ഥാനം ഈ പറയുന്ന ചരിത്ര വസ്തുതാവാദം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ്. ചരിത്രത്തിലെ മാറ്റങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നത് സാമ്പത്തിക ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ്, മറിച്ച് മാനവ മൂല്യങ്ങളൊന്നും തന്നെ അല്ല എന്നുള്ളതാണ്. സാധാരണ മറ്റു പല ഐഡിയോളജികളും പറയുന്നത് മനുഷ്യന്റെ തോട്ട്സ് അല്ലെ, അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസ്, ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവന്റെ ഇന്റലക്ച്വൽ പവർ, ഇതൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് മറ്റു പല ഐഡിയോളജികളും പറയുന്നത്. ബിഹേവിയറലിസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം മാക്സിന്റെ ഒരു അഭിപ്രായത്തില് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് എന്താണ്, അത് സാമ്പത്തിക കാര്യങ്ങൾ ആണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഘടകങ്ങൾ ആണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഇതിന് മുൻനിർത്തി തന്നെയുള്ള ഇദ്ദേഹത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നമ്മുടെ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ബേസും ആ ബേസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കെട്ടിടത്തെ എടുത്തു നോക്കിയാൽ കെട്ടിടത്തിന്റെ തറയ്ക്ക് മുകളിലാണ് അതിന്റെ മുകളിലേക്കുള്ള ഭാഗമെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക അടിത്തറയായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. സാമ്പത്തിക നില, ആ സാമ്പത്തിക നില എങ്ങനെയാണോ അതിനെ മുൻനിർത്തിയിട്ടാണ് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ അഥവാ മുകളിലേക്കുള്ള ഭാഗം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന് ഇദ്ദേഹം ചില കമ്മ്യൂണിറ്റീസിനെ എടുത്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഐഡിയ നമുക്ക് കൂടുതലായിട്ട് വിശകലനം ചെയ്ത്
എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്യൂഡലിസത്തെ ഇദ്ദേഹം ഒരു ബേസ് ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്യൂഡലിസം എന്നത് ഒരു വലിയൊരു സിസ്റ്റമാണ് അല്ലെ. ഫ്യൂഡലിസം എന്താണ്? ഫ്യൂഡലിസം എന്ന് പറഞ്ഞത് അത് കൃഷിഭൂമി, അഗ്രികൾച്ചറൽ ലാൻഡിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഓർഡറിനെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അല്ലെ. ഫ്യൂഡലിസം എന്ന് ഒരു വലിയ ആശയമാണ്. ഒരുപാട് ഏതാണ്ട് 2 നൂറ്റാണ്ടോളം ഒരു പ്രദേശത്തെ ഒട്ടാകെ ഭരിച്ച ഒരു ഐഡിയോളജിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കോൺസെപ്റ്റ് ഓർ തിയറി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്. ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. സോ ഈ അഗ്രികൾച്ചറൽ ലാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വളർന്നു വന്നിരിക്കുന്നത്. എന്താണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത്? അത് സാമ്പത്തിക അടിത്തറയാണ്. അവിടുത്തെ സാമ്പത്തിക ഘടകങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ് അല്ലെ, കൃഷിയാണെന്ന് പറയാം. സോ ഈ കൃഷിയെ മുൻനിർത്തിയിട്ടാണ്, അതിന്റെ മുകളിലാണ് മറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് അതിന്റെ സൊസൈറ്റി എങ്ങനെയാണ്, അവിടുത്തെ വിദ്യാഭ്യാസ രീതി എന്താണ്, അവിടുത്തെ മതവിശ്വാസം എങ്ങനെയാണ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസത്തെയും അവിടുത്തെ മതത്തെയും അവിടുത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? ഈ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ സൂപ്പർ സ്ട്രക്ചർ യു ഷുഡ് മേക്ക് സം ചേഞ്ചസ് ഇൻ ദ ബേസ്. അതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് സൂപ്പർ സ്ട്രക്ചർ ആണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ നേരെ പോയിട്ട് സൂപ്പർ സ്ട്രക്ചർ മാറ്റാൻ നമുക്ക് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. നമുക്ക് മാറ്റേണ്ടത് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ മാറ്റം കൊണ്ടുവരേണ്ടത് എവിടെയാണ്? ബേസിലാണ് നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത്. ബേസ് മാറിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ്ലി ദ സൂപ്പർ സ്ട്രക്ചർ വിൽ ചേഞ്ച്. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചറും കാൾ മാർക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തത്തിൽ വരുന്നു. ശരി, ഇനി ഇവിടെ ഇദ്ദേഹം പറയുന്നത് വർഗസമരം അഥവാ ക്ലാസ് സ്ട്രഗിൾ എന്നൊരു കോൺസെപ്റ്റ് ഇദ്ദേഹം പറയുന്നുണ്ട്. ക്ലാസ് സ്ട്രഗിൾ എന്ന കോൺസെപ്റ്റിന് മുൻപേ നമ്മൾ ചെറിയ 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നത് യൂണിവേഴ്സലി സാർവലൗകികമായിട്ട് ദർ ആർ 2 ക്ലാസസ്. ഒന്ന് ഹാവ്സ് ആൻഡ് അതർ ഹാവ് നോട്ട്സ്. ഉള്ളവനും ഇല്ലാത്തവനും, അങ്ങനെ 2 ക്ലാസ്സുകളാണ് ലോകത്ത് സാർവലൗകികമായിട്ട് നിലനിൽക്കുന്നത്. ബേസിക്കലി ഉള്ളവനും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും. അതിന് പല ഘടകങ്ങളായിരിക്കാം, പലതരത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവും. അപ്പൊ ഈ ഉള്ളവനും ഇല്ലാത്തവനും ഇടയിൽ ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് എന്താ? ഏത് സൊസൈറ്റിയിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വർഗം ചൂഷണം ചെയ്യുന്നവരും ഒരു വർഗം ചൂഷണം ചെയ്യപ്പെടുന്നവരുമായിരിക്കും. തീർച്ചയായിട്ടും ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യും. ഇല്ലാത്തവൻ അവന്റെ അധ്വാനശേഷി ഉള്ളവന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് ലാൻഡ് ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവന്റെ അധ്വാനം അങ്ങനെ കാളയെ പോലെ അവൻ പണിയെടുക്കും. അവന്റെ അധ്വാനത്തിന്റെ അയാളുടെ വിയർപ്പിന്റെ മുകളിലാണ് ഉള്ളവൻ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ഇതിങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ദർ ആഫ്റ്റർ എന്താ സംഭവിക്കുന്നത്? ഈ ചൂഷണം ചെയ്യപ്പെടുന്നവന് പെട്ടെന്ന് ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയാണ്, ഇത് തുടരാൻ അനുവദിച്ചുകൂടാ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. അപ്പൊ ചൂഷണം ചെയ്യുന്നവർ നമ്പറിൽ കുറവും ചൂഷണം ചെയ്യപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്പറിൽ കൂടുതലുമായിരിക്കും അല്ലെ. ഇത് പല സിസ്റ്റത്തിൽ, ഇപ്പൊ ഫ്യൂഡലിസത്തിലാണെങ്കിൽ നമ്മൾ കൃഷിഭൂമിയുടെ ഉടമയും കർഷകനും എന്ന് പറഞ്ഞു. ഇനി അതൊരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എന്തായിരിക്കും? മുതലാളിയും തൊഴിലാളിയുമായിരിക്കും. അങ്ങനെ ഓരോ രീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ഇവിടെ 2 പ്രത്യേക പേരുകൾ കൂടി പഠിക്കണം. ഇദ്ദേഹം ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി, അതായത് ഫ്യൂഡലിസം കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്നു, വ്യവസായവൽക്കരണം നടന്നു. അപ്പോ വ്യവസായവൽക്കരണം കൊണ്ടുവരുന്നത് ഉൽപാദന ഉപാധികള്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഇതാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതില് ഈ ലേബർ ഒഴികെ ബാക്കി 3 ഉൽപാദന ഉപാധികളും കൈയാളുന്നത് ആരാണ്? ദ ക്യാപിറ്റലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലാണ് മുഴുവൻ പണവും ഉള്ളത്. അപ്പോ പണമില്ലാത്ത ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? അവരുടെ അധ്വാന ശേഷി ഈ ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് അല്ലെ. അപ്പൊ ഇദ്ദേഹം ക്യാപിറ്റലിസ്റ്റിനെ പറയുന്ന ഒരു പേര് നമ്മൾക്ക് ഫെമിലിയർ ആണ്. ബൂർഷ്വാസി എന്ന പേരിലാണ് ഇദ്ദേഹം ക്യാപിറ്റലിസ്റ്റിനെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ തൊഴിലാളിക്കും മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് പ്രോലിറ്റേറിയേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോലിറ്റേറിയേറ്റ്. സോ ഈ ബൂർഷ്വാസികള് വർഷങ്ങളായിട്ട് പ്രോലിറ്റേറിയേറ്റ്സിനെ ചൂഷണം ചെയ്യും. ഒരു സെർട്ടൻ പോയിന്റിൽ വെച്ചിട്ട് പ്രോലിറ്റേറിയേറ്റ്സ് എന്താ ചെയ്യുന്നത്? ദേ വിൽ റിയലൈസ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുന്നു.
അതോടുകൂടി അവര് ഈ ബൂർഷ്വാസികൾക്കെതിരെ വർഗസമരം ആരംഭിക്കുന്നു. ഇവിടെ രണ്ട് വർഗങ്ങൾക്കിടയിലാണ് ഈ സമരം വരുന്നത് അല്ലെ. ഈ രണ്ട് വർഗങ്ങൾക്കിടയിൽ വരുന്ന സമരം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വർഗ സമരം അല്ലെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ പ്രോലിറ്റേറിയറ്റ്സ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോലിറ്റേറിയറ്റ്സ് ആണ് വിജയിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ, കാൾ മാർക്സിന്റെ പ്രഡിക്ഷൻ. അങ്ങനെ ഈ വിജയിച്ചു വന്ന ഒരു വിപ്ലവം നടക്കും അല്ലെ. ഇവർക്കിടയിൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വിപ്ലവം നടക്കും. ഈ വിപ്ലവാനന്തരം എന്താണ് സംഭവിക്കുന്നത്? വിജയിക്കുന്നത് പ്രോലിറ്റേറിയറ്റ്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്ഥിതിയെയാണ് ഇദ്ദേഹം ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഉൽപാദന ഉപാധികളും പ്രോലിറ്റേറിയറ്റ്സ് അഥവാ തൊഴിലാളികൾ കൈയടക്കുന്നു, മുതലാളിമാരെയൊക്കെ തച്ചുടച്ച് നശിപ്പിക്കുന്നു. അവിടെ തൊഴിലാളി വർഗ സർവാധിപത്യം, ദാറ്റ് ഈസ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ്സ് എന്ന സിസ്റ്റം നിലവിൽ വരുന്നു. പിന്നീട് ഈ ക്ലാസ്സുകളെല്ലാം വാനിഷ് ചെയ്യപ്പെടുകയാണ് അല്ലെ. ക്ലാസ്സുകളൊക്കെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഈ ഒരു ക്ലാസ് അപ്രത്യക്ഷമാകും. സാർവത്രികമായിട്ടുള്ള ഇക്വാളിറ്റിയിൽ അധിഷ്ഠിതമായിട്ട് ഒരു ന്യൂ ക്ലാസ് അവിടെ എമർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാലം ഈ വിപ്ലവം നയിച്ച ഇതിന്റെ ചില നേതാക്കൾ ഉണ്ടാവുമല്ലോ. ഈ നേതാക്കള് ഒരു സിസ്റ്റം ഒന്ന് സ്മൂത്ത് ആകുന്നത് വരെ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കും. അങ്ങനെ ഈ സിസ്റ്റം നോർമലായി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെന്താ പിന്നെ ചെയ്യുക? മുന്നിൽ നിന്ന് നേതൃത്വം വഹിച്ചിരുന്നൊരു പതിയെ പിന്മാറും. ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ സോഷ്യലിസം എന്ന കണ്ടീഷൻ നിലവിൽ വരും. ഈ സോഷ്യലിസം എന്ന കണ്ടീഷനിൽ ഈച്ച് വിൽ കോൺട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റി ആൻഡ് റിസീവ് ഓൺലി അക്കോർഡൻസ് വിത്ത് ദെയർ നീഡ്സ്. ഇങ്ങനെ ഒരു സിസ്റ്റം, അവർക്ക് വേണ്ടത് മാത്രം അവർ അതിൽ നിന്ന് സ്വീകരിക്കുകയും അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം വരും. ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം. അപ്പൊ ഇതാണ് കാൾ മാർക്സിന്റെ ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുതിയ റെവല്യൂഷൻ എന്നതും ഇദ്ദേഹത്തിന്റെ ആശയമാണ്. ദ ടേം റെവല്യൂഷൻ മീൻസ് സഡൻ ചേഞ്ച് അല്ലെ. സഡൻ ചേഞ്ച്, പെട്ടെന്നുള്ള ഒരു മാറ്റം എന്നാണ് റെവല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ എല്ലാം ബേസ് മൂലധനമാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ദാസ് ക്യാപിറ്റലിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഈ മാർക്സിസം ലോക രാഷ്ട്രീയത്തില് പല റെവല്യൂഷൻ, ഇപ്പൊ റഷ്യൻ റെവല്യൂഷൻ ഒക്കെ നമുക്ക് 1917 റഷ്യൻ റെവല്യൂഷൻ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാവുന്ന ഒരു റെവല്യൂഷനാണ്. കൂടാതെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻസ് ഒക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ്. നന്നായിട്ട് പഠിക്കുക.